വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി അരിഞ്ഞെടുക്കണം. നമ്മൾ വെണ്ടയ്ക്ക ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ട്രഡീഷണൽ കിച്ചടിയാണ്. അതിനാണ് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കും. വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിയട്ടെ. നമ്മുടെ ഈ വറുത്ത ഇതിലേക്ക് തേങ്ങയും കടുകും ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി കിച്ചടിക്ക് തേങ്ങ അരച്ചിട്ട് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. റെഡിയായിരിക്കുന്ന കിച്ചടിയിലേക്ക് നമുക്ക് ഈ കടുക് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് വറുത്തും ഇട്ടെടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ കിച്ചടി ആയതിനാൽ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കിച്ചടി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സാരമില്ല, ഉപ്പ് പിന്നെ ചേർത്താലും നമുക്ക് കഷ്ണത്തിലൊന്നും ഇത് പിടിക്കേണ്ട കാര്യമില്ല. ഉപ്പിൻ്റെ അംശം സ്വാദിന് വേണ്ടിയാണ്. ഉപ്പ് നമ്മൾ ഒരുപാട് കഴിക്കുന്നത് ഈ ടേസ്റ്റിന് വേണ്ടിയാണ്. ഇത് ഒരുപാട് കഴിക്കുന്നത് തന്നെ ശരീരത്തിന് ദോഷമുള്ള കാര്യമാണ് ഈ ഉപ്പ്. പ്രഷർ കൂട്ടുക എന്നുള്ളതല്ലാതെ ഉണ്ട് എന്താണ് ഉപയോഗം? സ്വാദ് കൂട്ടും. ഇത് വേവിച്ച ഭക്ഷണമാകുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടുന്നതും ആവശ്യമാണ്. എന്നാലേ സ്വാദ് കിട്ടും. ഓക്കെ, ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് എല്ലാം റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇന്നുണ്ടാക്കിയ കിച്ചടി, ഇതൊരു തേങ്ങ അരച്ച സാമ്പാർ, ചെറുപയർ തോരൻ, പിന്നെ വള്ളിപ്പയർ തോരൻ, ഇവയാണ് ഇന്ന്. നമുക്ക് ഇതെല്ലാം അടിപൊളിയാണ്. ഈ തൈര്, ഈ കിച്ചടി എന്നും നമ്മൾ കൂട്ടുന്ന നമ്മുടെ കുടലിന് നല്ല ആരോഗ്യം നൽകും. എല്ലാവരും ഈ കിച്ചടി ഉണ്ടാക്കി കഴിക്കുക. കിച്ചടി നമ്മൾ കുടലിന്, ഇതിൻ്റെ വഴുവഴുപ്പ് കുടലിന് നല്ലതാണ്. കൂടാതെ തൈര് ചേർത്തിട്ടുണ്ട്. അത് തൈര് കുടലിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.